ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പിസ്ത പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. കല്ലിൽ വെച്ചൊന്ന് ഇടിച്ചാലും മതി. ഇത് ചുരക്കൻ്റെ തോല് കംപ്ലീറ്റ് ചെത്തിയതിന് ശേഷം ഉള്ളിലും ഒന്ന് ക്ലീനാക്കിയിട്ട് നന്നായി ചീകിയെടുക്കണം കേട്ടോ. എന്നിട്ട് നെയ്യിലിട്ട് കുറച്ചൊന്ന് വഴറ്റണം. അപ്പോൾ പാലൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക. എന്നിട്ട് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കുക. ഇതെൻ്റെ മോനുള്ളതാണ് കേട്ടോ, ഈ ബാക്കി മിൽക്ക് മെയ്ഡ്. കോൺഫ്ലോർ മാവിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ തിള വരുന്ന ടൈമിൽ ചുരക്കെടുത്തിടുക. ഇനി കോൺഫ്ലോർ മാവ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്നുകൂടെ ഇളക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഇത് പിസ്തൻ്റെ എസൻസ്. ടൈഗറിൻ്റെ തന്നെ വാങ്ങിക്കണം എന്നാണ് എൻ്റെ അനിയത്തി പറഞ്ഞത്. അപ്പോൾ ഇത് എൻ്റെ അനിയത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പിസ്ത എസൻസ് ഒറ്റിച്ചു കൊടുക്കാം. നമുക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ചിട്ട് എസൻസ് ഒറ്റിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യുക കേട്ടോ. പായസം റെഡി. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഐസ്ക്രീം കഴിക്കുന്നത് പോലെ ഉണ്ടാവും.